മരണം മുന്നിൽ കണ്ടാണ് 2 നാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ കിടന്നതെന്ന് ലിഫ്റ്റിലകപ്പെട്ട രവീന്ദ്രൻ നായർ. രക്ഷപ്പെടില്ലെന്ന് തോന്നിയപ്പോൾ മരണക്കുറിപ്പ് എഴുതി. രാവും പകലും അറിയാതെ കഴിച്ചുകൂട്ടിയ നിമിഷങ്ങൾ രവീന്ദ്രൻ നായർ 24നോട് പങ്കുവച്ചു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞ രവീന്ദ്രൻ നായരെ ആരോഗ്യമന്ത്രി വീണ ജോർജ് സന്ദർശിച്ചു. ഭക്ഷണവും വെള്ളവുമില്ലാതെ മരണം മുന്നിൽ കണ്ട 42 മണിക്കൂറുകൾ. താഴേക്ക് പതിച്ച ലിഫ്റ്റിൽ പലവട്ടം മുട്ടി. വാതിലുകൾ തുറക്കാൻ ശ്രമിച്ചു. ലിഫ്റ്റിലെ അലാം സ്വിച്ച് പലവട്ടം അമർത്തിയെങ്കിലും ആരും എത്തിയില്ല. ഓരോ മണിക്കൂർ ഓരോ ദിവസം പോലെയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ വായു കിട്ടുന്നതുകൊണ്ട് ഞാൻ ഓടി അവിടെ മൂല പോയിരിക്കും. ഇങ്ങോട്ട് വന്ന് ഊറെ തള്ളും. പിന്നെ അലാറം അടിക്കും, വീണ്ടും പോയിരിക്കും, വീണ്ടും വരും. പിന്നെ ഉറക്കമില്ല. ഇനി തിരിച്ചു വരില്ലെന്ന് കരുതി മരണക്കുറിപ്പ് എഴുതി. കുറെ കരഞ്ഞു. ബാഗിൽ സൂക്ഷിച്ചിരുന്ന ഭാര്യ എഴുതിയ കവിതകൾ വായിച്ചു. സ്വന്തമായി ഇരുന്ന് വിഷമിക്കും, കരയും, ശപിക്കും. കുറേ നേരം കഴിയുമ്പോൾ ആ സൈഡ് അപ്പം മറുഭാഗത്ത് നിന്ന് മൂത്രം ഒഴിക്കും. തിരിച്ചു വരും. സൈഡിൽ എൻ്റെ കയ്യിൽ ബാഗുണ്ടായിരുന്നു. ബാഗിനകത്ത് കുറേ പേപ്പേഴ്സ്, എൻ്റെ വൈഫ് ഒരു എഴുത്തുകാരി നിലയിൽ കുറേ കവിതകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് ഞാൻ ബൈഹാറിനും അറിയാം, ഞാൻ ചൊല്ലും. മരണപ്പെട്ടവരെല്ലാം ഇങ്ങനെ കാണുന്നു വരുന്നു പോകുന്നു. അപ്പം മരണം ഉറപ്പ്. അതിനുമ്പോൾ ഞാൻ എഴുതിയും വെച്ചു. മരണം മുന്നിൽ കണ്ട മണിക്കൂറുകളിലും ആത്മബലം കൈവിട്ടില്ല. അങ്ങനെ 42 മണിക്കൂറിൽ ജീവിതത്തിലേക്ക് പുതുവെളിച്ചം. അത് കഴിയുമ്പോൾ ചെറിയൊരു വെട്ടം കണ്ടപ്പോൾ ഞാൻ അവിടെ ഓടിപ്പോയി. ഓടി ചെന്നപ്പോഴാണ് ഞാൻ അങ്ങോട്ട് തള്ളിയാണ് എനിക്കെന്തെങ്കിലും ഇത് കിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ട് തള്ളി. അപ്പം ഞാൻ രണ്ടും കൊണ്ട് തള്ളിയപ്പോൾ എന്നെ പറഞ്ഞ് പുറത്തേടെന്ന് പറഞ്ഞു. ഞാൻ ആളുണ്ടേന്ന് വിളിക്കുകയാണ്. അപ്പോൾ പുറത്തേട് ഞാൻ എടുത്തോണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തലക്ക് വെച്ചേക്കല്ലേ ബാഗ്. ഞാൻ അവിടെ നിന്ന് നേരെ അവിടെ ബാഗിൽ നിന്ന് ബാഗും എടുത്തുകൊണ്ട് ഓടി വന്ന് ചാടാൻ പറഞ്ഞു. ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ചാടി പുള്ളി വിട്ട് ഡോറം കടന്നു. ഉറ്റ കൂട്ടുകാരൻ്റെ മടങ്ങിവരവിൽ ചേർത്തു പിടിച്ച സുഹൃത്തുക്കൾ. എൻ്റെ മനസ്സിലെ കൺസെപ്റ്റ് എൻ്റെ മനസ്സിൽ തോന്നിയത് ഇവൻ്റെ പ്രവൃത്തി വെച്ചിട്ട് ഇവൻ സ്വർഗത്ത് പോകേണ്ടതാണ്. പക്ഷേ ഇവന് വഴിമാറിപ്പോയി. ഇവൻ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വന്ന വണ്ടിയാണ് അവനെ തിരിച്ചയച്ചത്. അത്രയ്ക്ക് നമുക്ക് വികാരഭരിതനായ ഒരു രംഗമായിട്ട് അതറിഞ്ഞപ്പോൾ. ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജിലെത്തി രവീന്ദ്രൻ നായരെ കണ്ടു. ലിഫ്റ്റ് പ്രവർത്തനത്തിന് കൺട്രോൾ റൂം വേണമെന്ന രവീന്ദ്രൻ നായർ ആരോഗ്യമന്ത്രിയോട് പറഞ്ഞു. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. കഷ്ടമാണ്, കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. 2 രാത്രിയും 1 പകലും ഒക്കെ അങ്ങനെ കഴിച്ചു കൂട്ടാന്ന് പറയുന്നത് എന്തൊരു ഭീകരാവസ്ഥയാണല്ലേ.